ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്, ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരി അല്ലെങ്കിൽ പഴംബോളിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും പോലും സമയം വേണ്ട നമുക്ക് ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സൂപ്പർ സ്നാക്ക് ഉണ്ടാക്കണതെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നാടൻ നേന്ത്രപ്പഴമൊന്നും അല്ല കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന ഒരു തരം നേന്ത്രപ്പഴമാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഴുത്തത് എടുക്കാം, പഴുക്കാത്തത് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പഴുത്തത് എടുക്കുമായിരിക്കും ഇച്ചിരി കൂടെ നന്നായിട്ട്, പഴുത്തതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. പക്ഷെ ഞാനിന്ന് ഇപ്പോൾ ഇത്രയും പഴുപ്പ്, ഇതിനൊക്കെ വലിയ പഴുപ്പ്, ഒരു മീഡിയം പഴുപ്പേ ഉള്ളൂ ഇതിന്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് ഒരു ബൗളിനകത്തോട്ട് ഇടുന്നത്. നിങ്ങളുടെ പഴമൊക്കെ നല്ലതുപോലെ പഴുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താലും മതി. നമുക്ക് പഴം നന്നായിട്ടൊന്ന് ഉടയണം എന്ന് മാത്രം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തെ ഗുണം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ കിട്ടും. നല്ല നല്ല നൂല് പോലെ നൈസായിട്ട് കിട്ടും. അപ്പോൾ സ്പൂൺ വെച്ച് ഉടയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാണ്. അപ്പോൾ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നമുക്ക് ഇത് ഒരുപോലെ തന്നെ കിട്ടുമെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഉടയ്ക്കാനൊക്കെ എളുപ്പമാണ്. നമ്മളല്ലാതെ സ്പൂൺ വെച്ച് ഉടയ്ക്കുമ്പോഴത്തേക്കും ചിലയിടത്ത് ശരിയായിട്ട് ഉടയത്തില്ല, ചിലയിടത്ത് നന്നായിട്ട് ഉടയും, അങ്ങനെയാണ്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഒത്തിരി വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നമുക്കൊന്ന് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു തിക്നെസ് ഉണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ഏലക്ക ഒന്ന് നമ്മൾ ഇടിക്കല്ലിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് കശുവണ്ടി ചേർക്കണം. അത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അതാണ് ഇതുപോലത്തെ പലഹാരങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സ്വാദ്. അപ്പോൾ നമുക്ക് ഒരുപോലെ കടിക്കാനൊക്കെ കിട്ടും, എല്ലായിടത്തും ഉണ്ടാവും. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം ഞാനെടുത്ത നേന്ത്രപ്പഴത്തിന് മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. നിങ്ങളെടുക്കുന്ന പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് കോരി ഒന്നിടാം ഇതിനകത്തോട്ട്. ഇത് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാവ് ഉണ്ടാക്കി ആ മാവിനകത്ത് മുക്കിയിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കുക. എന്നാൽ അതേ ടേസ്റ്റിൽ തന്നെ ഒരു കോട്ടിങ്ങോട് കൂടെ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ പഴംപൊരി പോലെ തന്നെയാണ്, അതിനേക്കാളേറെ സ്വാദും അത്രയും പോലും സമയം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ട. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ. സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ അത്യാവശ്യം എണ്ണയിലല്ലേ വറുത്ത് കോരുക. ഇതിന് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ആ സ്പൂണിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഇച്ചിരി വെള്ളം നനച്ചിട്ടാണെങ്കിലും നമുക്ക് കോരി നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഒരു പഴംപൊരി പോലെ ഒന്ന് നീളത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂണിലാണ് കോരി ഒഴിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിനൊരു ഷേപ്പൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒരു പഴംപൊരിയുടെ ഒരു സ്ക്വയർ അല്ലല്ലോ, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് എന്നൊക്കെ ആ ഒരു ഷേപ്പിനകത്തോട്ട് നമുക്ക് ഇതിൻ്റെ അരുവൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് ഇല്ലാതെ കിടക്കുന്നതൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1.5 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഞാനിത് വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു കളറാണ് ഈ ഒരു പഴംപൊരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വരുന്നത് വരെ നമുക്ക് സമയം എടുത്തിട്ട് തന്നെ നമുക്കതൊന്ന് എന്താ പറയുക, ഒന്ന് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതാ നമ്മുടെ പഴംപൊരി രണ്ട് സൈഡും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് പഴംപൊരി അല്ലാന്ന് നമ്മൾ പറയത്തേ ഇല്ലല്ലോ. ശരിക്കും ഒരു പഴംപൊരിയുടെ ഒരു കുഞ്ഞ് പഴംപൊരിയുടെ ഒരു രൂപത്തിലല്ലേ ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും, ചിലപ്പം റോബസ്റ്റ് പഴം വെച്ചിട്ടോ കദളിപ്പഴം വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമുക്ക് ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇപ്പം ഈ കുഞ്ഞു പഴങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് കുഴയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് ഒത്തിരി കുഴയാതെ എന്നാൽ ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. വേറെ ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഗോതമ്പ് പൊടിയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴംപൊരി അല്ലെങ്കിൽ പഴം വറുത്തതെന്നോ ഒക്കെ പറയാം, അതിവിടെ റെഡിയാണ്. ഇതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നല്ല മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. നമ്മളിതിനകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിതിനകത്ത് സാധാരണ കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇതിനകത്ത് മാവ് എടുത്തിരിക്കുന്നത് വളരെ കുറവാണെന്ന് മാത്രം. ഞാൻ ഇതിൻ്റെ മേലെ ഇച്ചിരിയും കൂടെ ഒന്ന് ഒരു ടോപ്പിംഗ് പോലെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര, നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം, പൊടിക്കാത്ത പഞ്ചസാര ചേർക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂണോളം പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എന്നും നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. പക്ഷെ വല്ലപ്പോഴും വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് ഈ ഒരു ചെറിയൊരു ടോപ്പിംഗ് പോലെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ ഒരു സ്വാദ് ഉണ്ടാവും. ആ പട്ടയുടെ ഒരു ചെറിയ ടേസ്റ്റും അതുപോലെ ഇച്ചിരി പഞ്ചസാര കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതാണ്. ഇത് ജസ്റ്റ് ഒരു ടോപ്പിംഗ് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയാണിത്. വളരെ ഈസിയാണ്, 5 മിനിറ്റ് പോലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ട. ഇത് പറയുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കാണാനും സൂപ്പറാണ്, നല്ല കോട്ടിങ്ങും ഉണ്ട്. എന്നാൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ മാവ്. അപ്പോൾ ഉള്ളൊക്കെ നോക്കിക്കാൻ നല്ല സോഫ്റ്റാണ്. ഇതിനകത്തുനിന്ന് ആ കശുവണ്ടിയും ആ തേങ്ങയുടെ ഒക്കെ കടിക്കാൻ കിട്ടുന്നതും അതിലേറെ സ്വാദാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നെയ്യ് നമ്മുടെ ആ മാവിൻ ആ ഒരു പഴം കുഴച്ചതിലത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.